ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ അനുമോൾക്ക് ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയ ഉടനെ കല്യാണമാണ് എന്നുള്ളൊരു സൂചനകളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ഈ ഒരു എപ്പിസോഡിൽ നിന്ന് അതുപോലെ തന്നെ നമ്മുടെ സാബുമോൻ കുഴപ്പമില്ലാതെ തന്നെ കളിച്ചിട്ടുണ്ട്. ആൻഡ് എവിക്ഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ആൻഡ് ഓൾസോ എന്താ പറയുക, ഡയറക്റ്റ് ആയിട്ടുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു എന്ന്. ആൻഡ് അനുമോളെ ഭയങ്കരമായിട്ട് ഒരു കോൺട്രവേഴ്സിയിലേക്ക് എത്തിക്കുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യമേ തന്നെ ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നത് എന്താണ്, സാബുമോൻ്റെ ക്യാപ്റ്റൻസി ടാസ്ക് എങ്ങനെയുണ്ടായിരുന്നു എന്ന്. അപ്പോൾ എല്ലാവരും തന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആക്ച്വലി സാബുമോൻ എന്നും രാവിലെ യോഗയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നെവിൻ ശവാസനത്തിൽ മാത്രമേ വരത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കുറേ പേര് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കോപ്പറേറ്റ് ചെയ്യാതെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അത് ഉഴപ്പിക്കളഞ്ഞത് നമ്മുടെ അനീഷാണ്, അത് ഉഴപ്പിക്കളയുന്നത്. സോ അങ്ങനെ ആ ഒരു സംഭവമൊക്കെ ഉണ്ട്. ആൻഡ് ദെൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻസി ടാസ്ക് എങ്ങനെയുണ്ടായിരുന്നു. അപ്പം അനീഷ് പറയുന്നു കൊള്ളത്തില്ലായിരുന്നു ആക്ച്വലി ഫസ്റ്റ് വീക്കിൽ. അപ്പോൾ ലാലേട്ടൻ തന്നെ ചിരിക്കുന്നുണ്ട്. എപ്പോഴും ഒരേ ഒരു ഇതാണ്, നോമിനേഷൻ ആണെങ്കിലും ഫെയർ ആയിട്ടുള്ള നോമിനേഷൻ അല്ല, ആൻഡ് ക്യാപ്റ്റൻസി ടാസ്ക് ആണെങ്കിലും അങ്ങനെ പറയുമല്ലോ. അപ്പോൾ ലാലേട്ടൻ പറയും ഫസ്റ്റ് നോമിനേഷൻ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് യെസ് അനീഷിൻ്റെ അല്ല, എന്നിട്ട് പറഞ്ഞ് ചിരിക്കുമ്പോഴത്തേക്ക് ഓക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പം ലാലേട്ടൻ പറഞ്ഞിരുന്നു ഒരു മീറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അതെന്തുകൊണ്ടാണ് സെറ്റ് ചെയ്യാഞ്ഞെന്നുള്ള രീതിയിൽ സാബുമോനോട് ചോദിക്കുമ്പം പറയുന്നുണ്ട്, അതായത് എല്ലാവർക്കും ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടാസ്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ടയേർഡ് ആവുന്നുണ്ട്. അപ്പം ലക്ഷ്മി കയറി പറയുന്നുണ്ട് മീറ്റിംഗ് ഓവർ കൊടുക്കാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നു എന്ന്. ലാലേട്ടൻ ചോദിക്കുമ്പോൾ സാബുമാനാണെങ്കിൽ പറയുന്നുണ്ട് സമയമില്ല എന്ന്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു എനിക്കൊരു മനസ്സാക്ഷി ഉള്ളതിൻ്റെ പേരിൽ ആണ് ഞാൻ അപ്പം ടാസ്ക് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് കൂൾ ഓഫ് ടൈം കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് വന്നിട്ട് പിന്നെ മീറ്റിംഗ് ഒക്കെ വയ്ക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് ഇച്ചിരി മനസ്സാക്ഷി ഉള്ളതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംസാരിച്ചു കഴിഞ്ഞു. അതിനുശേഷം അവിടെ നമ്മുടെ അനുമോളോട് ലാലേട്ടൻ ചോദിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക്. അപ്പോൾ കുഴപ്പമില്ല, എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ അനുമോൾ പറയുന്നത്. ആൻഡ് പിന്നെ അനീഷ് പറയുന്നുണ്ട്. അപ്പം സാബുമാനാണെങ്കിൽ പറയുന്നുണ്ട് അനീഷിനൊരു ഡ്യുവൽ ക്യാരക്ടറാണ്, അപ്പം അനീഷിനെ മാത്രം മേയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അനീഷ് പറയാം 77 ദിവസമായിട്ട് നിങ്ങൾക്ക് എൻ്റെ ക്യാരക്ടർ, ആക്ച്വലി ഈ പുള്ളിയുടെ ക്യാരക്ടർ എന്താണോ, ലക്ഷ്മിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എവിക്ഷൻ കഴിഞ്ഞിട്ട്. അപ്പം പുള്ളിക്കാരി പറയുന്നുണ്ട് അനീഷ് എന്തെങ്കിലും ഉത്തരം പറയണമെങ്കിൽ ഒരു കൂൾ ഓഫ് ടൈം എടുക്കും, ആള് മനസ്സിൽ ചിന്തിക്കും. അതായത് ഇത്രയും നാളും അവിടെ അതായത് പഠിച്ചിട്ട് വന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യാനായിട്ട് വേറെ ആർക്കും പറ്റിയിട്ടില്ല. ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവിടെ സ്റ്റാച്യു പോലെ ഇങ്ങനെ ഇരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ വരാം എന്ന് പറഞ്ഞാൽ പുള്ളി അത് ആ മൈൻഡിലായിട്ട് ആലോചിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം അത് ആക്ച്വലി അവിടെ അത്രയും കാലം ഇങ്ങനെ കളിച്ച് നിൽക്കുക എന്ന് പറയാൻ പുള്ളിയുടെ ഒരു ഗട്ട്സാണ് കേട്ടോ. സീസൺ 7 എന്ന് പറയുന്ന അനീഷ് കപ്പടിച്ചാലും ഇല്ലെങ്കിലും അനീഷ് തൂക്കിന്ന് തന്നെ നമുക്ക് പറയാം. ദെൻ അനുമോള് അമ്മൂമ്മയ്ക്ക് വിളിച്ച് നെവിൻ്റെ, അതായത് അത് ലാലേട്ടൻ്റെ തഴയെ തന്നെ ആ ഒരു പ്രശ്നം വരികയാണ്. കാരണം ലാലേട്ടൻ ഷാനവാസ് അമ്മയ്ക്ക് വിളിച്ചു എന്ന് പറയുമ്പോൾ പറയാം അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും കൂടെ എന്നാൽ പിന്നെ വിളിച്ചുകൂടെ, പുള്ളിക്കാരി അതെടുത്ത് അങ്ങ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനോടും പോയി പറയാനാണ് പറഞ്ഞത്, ഞാൻ അങ്ങനെയാണ് പറഞ്ഞതെന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ഇങ്ങനെ പറയുകയാണ്. ആൻഡ് ലാലേട്ടൻ ഭയങ്കര ഒരു കൂളായിട്ട് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് വലിയ സംഭവങ്ങളൊന്നും നിന്നില്ല. അപ്പം അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അടുത്ത് പോയിട്ട് വിളിക്കുക എന്നുള്ളതേ പ്രശ്നമുള്ളൂ. അപ്പൂമ്മയുടെ അപ്പൂപ്പൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ അനുമോൾ ഇങ്ങനെ വാദിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല കുട്ടികൾ ഇരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല കുട്ടികൾ അച്ഛനെയും അമ്മയും വിളിക്കത്തില്ല എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് നല്ല കുട്ടികൾ അവിടെ ഇരിക്കൂ എന്നുള്ളത്. പിന്നെ ഷാനവാസിൻ്റെ പ്രാങ്കിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. അപ്പം ഷാനവാസ് ആദിലേനെ പ്രാങ്ക് ചെയ്തല്ലോ. അപ്പം അനീഷ് അതിനുശേഷം പിന്നെ അനീഷിൻ്റെ സംഭവം വരുന്നത് ജയിലിൻ്റെ. അപ്പം ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് 5ാമത്തെ വട്ടവും, അതായത് 4 വട്ടം അല്ലെങ്കിൽ 5 പ്രാവശ്യം തുടർച്ചയായിട്ട് ജയിലിൽ പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അനീഷാണെന്നും. അപ്പോൾ അനീഷ് എന്താണ് ജയിലിലേക്ക് അനീഷിനെ വിടുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷിനൊരു അതൊരു വിഷമമുണ്ട് പുള്ളിക്ക്. അങ്ങനെ പിന്നെ അനുമോളും അനീഷും തമ്മിലുള്ള മറ്റേ
അതായത് സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ലാലേട്ടൻ അനീഷും അനുമോളും അല്ല, ഷാനവാസും അനുമോളും തമ്മിലുള്ള അക്ബറും അനുമോളും തമ്മിലുള്ള സംഭവം അത് ചോദിച്ച സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ ഒരു സാധനങ്ങളൊക്കെ ലാലേട്ടൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വിട്ടുകയാണ്. ഇനി അനുമോളിനെ ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത് അനുമോളൊരു എന്താ പറയുക, ഒരു മാട്രിമോണിയൽ സൈറ്റ് പോലെയാണ് നമ്മളുടെ ഈ ബിഗ് ബോസ് കാണുന്നതെന്നാണ് ലക്ഷ്മി പറയുന്നത്. അതായത് അനുമോളുടെ ORM ഒക്കെ ഉണ്ടല്ലോ, നല്ല വീട്ടിൽ കുക്ക് ചെയ്യാൻ അറിയാവുന്ന, നല്ല രീതിക്ക് സംസാരിക്കാൻ അറിയാവുന്ന, നല്ല കുലസ്ത്രീ ആയിട്ടുള്ള, അപ്പം ഈ ഒരു ഷോയിലൂടെ പുള്ളിക്കാരി തന്നെ വെളുപ്പിക്കാനും അതെ പുള്ളിക്കാരി നല്ലൊരു ക്യാരക്ടറാണെന്നുള്ള രീതിയിൽ ഒരു മാട്രിമോണിയൽ സൈറ്റ് പോലെയാണ് കാണുന്നത്. 30 വയസ്സായി. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് കല്യാണം കഴിക്കാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം അനുമോള് പറയുന്ന ഓരോ കാര്യങ്ങളും, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവാണ്, ഞാൻ ജീവിച്ചിരിക്കത്തില്ല, പിന്നെ ഞാൻ കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അങ്ങനെ പലപ്പോഴും യഥാർത്ഥ ക്യാരക്ടർ ശാപവും പിന്നെ അതുപോലെ തന്നെ മാന്തിപ്പറി അതും ഇതും കണ്ടന്റ് ഉണ്ടാക്കി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നെങ്കിലും പുള്ളിക്കാരി തന്നെ വെളുപ്പിക്കാനായിട്ടുള്ളൊരു എന്തായാലും കല്യാണം ഉടനെ ഉണ്ടായിരിക്കും ഗൈസ്. സോ നമ്മളെല്ലാവരും കൂടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക കേട്ടോ. പിന്നെ അനീഷിന് വേണ്ടിയിട്ടൊരു പണി ജയിലിൽ പോയി. അപ്പം അനീഷാണെങ്കിൽ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അത് എന്താണെന്നുള്ളത് പറയാമെന്നൊക്കെ ഇങ്ങനെ ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ജയിലിൽ പോയി കഴിഞ്ഞിട്ട് ഇത്രയും സ്ക്രീൻ സ്പേസ് എടുത്ത ഒരു വ്യക്തി അനീഷാണ്. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് എല്ലാവരും കൂടെ ജയിലിൻ്റെ അങ്ങോട്ട് പോവുക, അവിടെ ഒരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ സർപ്രൈസ് കാണാൻ വേണ്ടി പോവാണ്. അപ്പം അവിടെ ഒരു റെഡ് കളർ സംഭവം ഉണ്ട്, അതിങ്ങനെ വലിക്കുമ്പോൾ അവിടെ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട് അനീഷ് ഈ ജയിലിൻ്റെ പിന്നെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതൊരു അടിപൊളി സാധനമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അടുത്തത് മറ്റേ പാൽ കവറിൻ്റെ ഇഷ്യൂ ഉണ്ടല്ലോ, പാൽ കവർ. അപ്പം ആ പാലിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കവർ, അതായത് അനീഷ് ആക്ച്വലി ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അനുമോൾ ആദ്യം പറയുന്നത് ബിഗ് ബോസ് 1 കവർ പാലും 1 കവർ തൈരും മാത്രമേ കൊടുത്തുള്ളൂ എന്ന്. ആക്ച്വലി 2 കവർ പാലാണ് ബിഗ് ബോസ് കൊടുത്തത്. അപ്പോൾ തൈരാകുമ്പോൾ തൈരിലാണ് പുള്ളിക്കാരി വെള്ളം കൊടുത്ത് കുഴിച്ചത്. പിന്നെ അനുമോളിപ്പോൾ അന്ന് രാത്രി തന്നെ അനുമോൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അറിയാമായിരുന്നു എന്നുള്ള രീതിയിൽ. ഇപ്പം പറയാണ് എനിക്ക് അറിയില്ലായിരുന്നു ലാലേട്ടാ, അറിയില്ലായിരുന്നു, ഞാൻ കുക്കിംഗ് അടുത്ത വലിയ കള്ളം, ഞാൻ കുക്കിംഗ് ഇവിടെ ബിഗ് ബോസിൽ വന്നിട്ടാണ് പഠിച്ചത് എന്നുള്ളൊരു കള്ളത്തരമൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ട് അനുമോള്. അതൊക്കെ കഴിഞ്ഞു. ആ ഒരു സംഭവം, ആ ഒരു ചർച്ച അവിടെ കഴിഞ്ഞു. അതിന് ശേഷം എന്താണ് ടാസ്ക് കൊടുത്തപ്പോൾ പാവ ടാസ്ക്, അതായത് പാവേനെ എന്തുകൊണ്ടാണ് എടുത്തു വെച്ചതെന്നുള്ളത് പുള്ളിക്കാരി പറയുകയാണ്. അത് ഞാനൊരു എന്താ പറയുക, ബിഗ് ബോസിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചതാണ്. സോറി ബിഗ് ബോസ്, അതൊന്നുമല്ല, ഞാൻ എൻ്റെ പ്ലാച്ചിക്ക് കല്യാണം കഴിച്ച് കൊടുക്കാൻ, പ്ലാച്ചി ഒറ്റയ്ക്ക് ആയതുകൊണ്ട് പ്ലാച്ചിക്ക് കല്യാണം കഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്ലാച്ചിയുടെയും അനുമോളുടെയും കല്യാണം ഉടനെ തന്നെ നടത്താൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരിക്കും. അപ്പോൾ അത് നെവിൻ കയറി ഇതാക്കി എന്നുള്ള കാര്യമൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അക്ബറിൻ്റെ അതായത് ഈ ജാക്കി വെച്ചതും ബസ് ഇഷ്യൂ ഒക്കെ ലാലേട്ടൻ ഒരു മൈൻഡും ചെയ്യാതെ വിട്ടു. പക്ഷെ അതൊക്കെ നല്ല രീതിയിൽ തന്നെ മൈൻഡ് ചെയ്ത് പുള്ളിക്കാരിയെ നല്ല റോസ്റ്റ്. ഇപ്പോൾ പുള്ളിക്കാരിയുടെ ഫാൻസ് എന്നൊക്കെ പറയുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക, പുള്ളിക്കാരിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിയെ മാത്രമാണ് ഇങ്ങനെ എടുത്ത് ടോർച്ചർ ചെയ്യുന്നത്. പക്ഷേ ഒരു ഭയങ്കരമായിട്ടൊരു വൃത്തികെട്ട കാര്യമായിരുന്നു അക്ബർ ജാക്കി വെച്ചു എന്നുള്ള രീതിയിൽ ബസ്സിലെ സംഭവം പറഞ്ഞത്. അത് സംസാരിച്ച് പുള്ളിക്കാരിയെ നല്ല രീതിക്ക് ഫയർ ചെയ്ത് വിടണമെന്ന് അസ് എ വ്യൂവർ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും പറഞ്ഞില്ല. പക്ഷേ എങ്കിൽ കൂടിയും അക്ബർ അവിടെ ഇരുന്ന് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ലാലേട്ട, ഞാൻ ഓംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങളൊക്കെ കൂടിയാണ് കടലമാവ് വെച്ച് ദോശ ചുട്ട് തരാമോ എന്ന് പറയുന്നത്. അപ്പം സാബുമാൻ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി അത് എന്നിട്ട് പോലും അവിടെ വഴക്കുണ്ടായി, പിന്നീട് നെവിനുമായിട്ട് വഴക്കുണ്ടായ സമയത്ത് പുള്ളി മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ആദിലയ്ക്കും നൂറയ്ക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി എന്താ പറയുക ദോശ ചുട്ടുകൊണ്ട് പോയതെന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പം അവരൊക്കെ മറ്റേ ആ ചെറിയ ഒരു സ്പൂൺ പയർ മുളപ്പിച്ച കേസിൽ വെറും നെവിൻ്റെ കൂടെ കയറി ഇതാക്കി.
അപ്പം നെവിനെ അപ്പം നെവിൻ പറയുന്നുണ്ട് ഇപ്പം അപ്പം അങ്ങനെയാണെന്ന്. അപ്പം അക്ബർ ഭയങ്കര സപ്പോർട്ടായിട്ട് അത്രയും സംസാരിച്ചെങ്കിൽ പോലും അക്ബർ അനുമോൾക്ക് നല്ല സപ്പോർട്ടായിട്ട് സംസാരിച്ചു കേട്ടാ. അവരൊക്കെ പറഞ്ഞിട്ടാണ് ഇതെടുത്ത് ദോശ ചുട്ടത്. സാബുമാൻ അവിടെ അടുത്ത് നിപ്പുണ്ടായിരുന്നു, ആതിരയ്ക്കും നൂറയ്ക്കും ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പോയപ്പം അതെ ഞാൻ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഇരുന്നെന്ന് പറഞ്ഞ് ഒരു മുഖഭാവത്തിൽ നമ്മുടെ അനുമോൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. സോ അങ്ങനെ പിന്നെ എന്താ പറയുക, നമ്മുടെ അവിടെ ഒരു ടാസ്ക് കൊടുക്കുകയാണ്. അതായത് അവരുടെ ടാസ്ക് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള ഡയറക്റ്റ് ടിക്കറ്റിൻ്റെ ഒരു ടാസ്ക്കാണ്. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാലം ഉണ്ട്. ആ പാലത്തിൽ കൂടെ നമ്മുടെ ടെന്നീസ് കളിക്കുന്ന ബാറ്റും പിന്നെ ഒരു ബോളില്ലേ, ചെറിയൊരു ബോൾ, ആ ബോളും ഇങ്ങനെ അതിലിങ്ങനെ ആ പാലത്തെ കൂടെ അതിലിങ്ങനെ പിടിച്ചുകൊണ്ട് പാത്രത്തിൽ കൊണ്ടിടണം. അപ്പോൾ നമ്മുടെ അനീഷ് ആദ്യം തന്നെ നല്ല കള്ളക്കളി കളിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ കൈ വെച്ച് തടയുന്നുണ്ടായിരുന്നു. അങ്ങനെ 3 കൊണ്ടിട്ടു. അപ്ലൈ ഫൗളാന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഹിറ്റ് ഫൗളല്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പാറ്റ ഗേൾസ് മീൻസ് നമ്മുടെ അനുമോളും ആദിലും നൂറയും നല്ല രീതിക്ക് തന്നെ കളിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഗെയിമിൽ കുറേ ആൾക്കാർ ഇപ്പം ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഈ സാധനം കൊണ്ടിടുന്നതാണ്. അപ്പം ഏറ്റവും ഫസ്റ്റ് പോയിന്റ് വരുന്നത് നമ്മുടെ നെവിനാണ്. 10 സെക്കൻഡ് കൊണ്ട് നെവിൻ അത് കൊണ്ടിട്ടു. അതിന് ആദ്യം 14 സെക്കൻഡും എടുത്തിട്ടാണ് അത്. അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ ഫിനാലയിലേക്കുള്ള ഏറ്റവും കൂടുതൽ പോയിന്റിൽ നിൽക്കുന്നത് നെവിനാണ് ഗൈസ്. സോ അങ്ങനെ പ്രോട്ടീൻ ഫുഡ്സ് ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ അടി കാരണം പ്രോട്ടീൻ ഫുഡും സാധനങ്ങളൊക്കെ ലാലേട്ടൻ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ടാസ്കും കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുമോള് വന്നിട്ട് അവിടെ ഇരുന്നിങ്ങനെ ഞാനൊന്നും അറിഞ്ഞില്ല, അല്ലെങ്കിൽ അടിച്ചു മാറ്റിയ എൻ്റെ പാവ അടിച്ചു മാറ്റി, ഞാനിങ്ങനെ പാൻറ് ഇട്ടേക്കുമായിരുന്നു, അപ്പോൾ പാൻറ്റിനകത്തൂടെ എൻ്റെ പാവ അടിച്ചു മാറ്റി ലാലേട്ട, അപ്പം നമുക്ക് സങ്കടം വരത്തില്ലേ, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ലാലേട്ടൻ്റെ അടുത്ത് മറ്റേ പാവ അടിച്ചു മാറ്റിയ കാര്യം പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ടിഷ്യൂ എടുത്ത് നമ്മുടെ ആര്യൻ കൊണ്ടു കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഊക്കലാണ് പുള്ളിക്കാരിനെ. അങ്ങനെ പിന്നെന്താ പറയുക, പിന്നെ അങ്ങനെ പിന്നെ നമ്മുടെ നെവിൻ ഉണ്ടല്ലോ, നെവിൻ പറയുന്നുണ്ട്, നെവിൻ രാത്രി സ്വപ്നം കാണുന്നത് പോലും അനുമോളെ വെട്ടിക്കൊല്ലുക, അനുമോളെ വെള്ളത്തിൽ മറിച്ചിട്ട് കൊല്ലുന്നതൊക്കെയാണ് സ്വപ്നം കാണുന്നതെന്നൊക്കെ പറയുന്നത്. ദൈവമേ ഇനി രാത്രി കിടക്കുമ്പോൾ വല്ല അടിച്ച് കൊല്ലുമോ എന്നറിയത്തില്ല. സോ എന്തായാലും അനുമോളുടെ ORMനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഒത്തിരി പേര് അനുമോളെ വഴക്ക് പറഞ്ഞു, അനുമോളെ മാത്രം ടോർച്ചർ ചെയ്തു. പക്ഷേ എനിക്ക് തോന്നിയത് ലാലേട്ടൻ ഒരിക്കൽ പോലും അനുമോളെ കഴിഞ്ഞ ആഴ്ച ഷാനവാസിനെയൊക്കെ എടുത്തിട്ട് പൊരിച്ചതിൻ്റെ ഒരു 4 ഇവളെ എടുത്ത് പൊരിച്ചിട്ടില്ല. പക്ഷേ ഒരു എന്താ പറയുക, ഒരിക്കൽ പോലും അക്ബറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തൊരു കാര്യം പുള്ളിക്കാരി സംസാരിച്ചു. ആൻഡ് എനിക്ക് കാണാൻ കഴിഞ്ഞത് പുള്ളിക്കാരിയുടെ ദേഹത്ത് ആരെങ്കിലും തൊട്ടുവോ തലോടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര പ്രശ്നം. പുള്ളിക്കാരിക്ക് ആരെ വേണമെങ്കിലും മാന്താം, ഞാൻ കടിക്കും, ഞാൻ അമ്മൂമ്മയ്ക്ക് വിളിക്കും, ഞാൻ അപ്പൂപ്പന് വിളിക്കും. ബട്ട് ഇതൊന്നും എനിക്ക് ബാധകമല്ല, എന്നെ ആർക്കും ഒന്നും വിളിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഭാവത്തിലാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. പിന്നെ അവരങ്ങനെ നോക്കി അവൻ്റെ നോട്ടം ശരിയല്ല, ഇവൻ്റെ നോട്ടം ശരിയല്ല. ഇറ്റ്സ് വെരി ചീപ്പായിട്ടുള്ളൊരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും അനുമോൾ നല്ലൊരു ഗെയിമറാണ്, പക്ഷേ കുറച്ച് ചീപ്പ് ഗെയിംസ് ഇടയ്ക്കൊക്കെ എടുക്കുന്നുണ്ട്. സോ എന്തായാലും അടുത്തൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.